നമ്മുടെ നിലവിലുള്ള വയറിംഗ് രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്വിച്ചിങ് സിസ്റ്റം അതുവഴി നമ്മുടെ വയറുകളുടെ ക്വാണ്ടിറ്റി ക്രമാതീതമായിട്ട് കൂടുതലാണ്. അതുപോലെ സ്വിച്ചസ് നമ്മൾ ഈ നമ്മുടെ DBയിൽ നിന്ന് വരുന്ന വയറിനെ ആദ്യം നമ്മുടെ സ്വിച്ച് ബോക്സിൽ കൊണ്ടുവരുന്നു. അവിടുന്ന് ഓരോ സ്വിച്ച് വഴിയും ഇത് ഓരോ ഉപകരണങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ലേബർ, അത്രയും വയറുകൾ ആ ഒരു സ്വിച്ച് ബോക്സിനകത്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കോൺഡ്യൂട്ടിൽ കൂടെ വലിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട്. പലപ്പോഴും കോൺഡ്യൂട്ട് നിറഞ്ഞു പോകുന്നു വയറുകളുടെ ആധിക്യം കൊണ്ട്. അതുപോലെ അവിടെ വന്ന് സ്വിച്ചിൽ കണക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഓപ്പൺ സർക്യൂട്ടുകൾ, വയറിന്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് നമ്മൾ അവിടെ കണക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ കൂടുതൽ ഇതിന് മാത്രം വയറുകൾ വരുന്നത് കൊണ്ട് അതിനകത്ത് തീപിടുത്തത്തിനും ഷോക്കിനും ഉള്ള ചാൻസസ് കൂടുതലാണെന്നുള്ള ഒരു ഫാക്ടർ, അതൊരു സേഫ്റ്റി ഫാക്ടറാണ്. രണ്ടാമത്, നമ്മൾ മെറ്റീരിയൽ കൺസംഷൻ കൂടുന്നതോടൊപ്പം തന്നെ അത്രയും മെറ്റീരിയൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മുടെ ലേബർ ക്രമാതീതമായിട്ട് കൂടും. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് കൂടും. അപ്പം നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ആവശ്യമില്ലാതെ കൂടുതലാണ്, എക്സസീവ് യൂസ് ആണ്, എക്സസീവ് ലേബറാണ്, ലെസ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന വയറിംഗ് സിസ്റ്റത്തിലും ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടിന്റെ മെയിൻ കാരണം ഈ അതിലുണ്ടാകുന്ന ഈ വയറുകൾ പോകുന്ന അല്ലെങ്കിൽ വയറുകൾ കണക്ട് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന എക്സസീവ് ഹീറ്റ് അത് തന്നെയാണ്. അപ്പോൾ വയറുകളുടെ എണ്ണം കൂടുന്നു, അതിൽ കൂടി പ്രവഹിക്കുന്ന കറണ്ടിന്റെ എമൗണ്ട് കൂടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചൂടുണ്ടാവുന്നു, ഹീറ്റ്. പിന്നെ ഏതെങ്കിലും ഒരു ഉപകരണം ഒരു കേടായതാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനനുസരിച്ച് അവിടെ ചൂട് കൂട്ടുന്നു, ഹീറ്റ്, എക്സസ് ഹീറ്റ് വരുന്നു, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു.